അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞങ്ങൾക്ക് കൂടി അംഗീകരിക്കാൻ പറ്റിയ രൂപത്തിൽ ഈ ഖുർആനിൽ ചില മാറ്റത്തിരുത്തലുകൾ വരുത്തിക്കൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബഹുദൈവാരാധകർ ചോദിച്ചത് ഏതാനും ആയത്തുകൾക്ക് മുമ്പ് ഈ സൂറത്തിൽ വന്നതാണ്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന് വരുത്തി തീർക്കാൻ കൂടിയായിരുന്നു അവർ പരിഹാസ രൂപേണ ഇങ്ങനെ ചോദിച്ചത് എന്ന് ആ സന്ദർഭത്തിൽ നാം പറഞ്ഞതാണ്. ഇതിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ ഇന്ന് പഠിക്കുന്ന 37-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിന് മാത്രമേ ഇങ്ങനെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ഒരു മനുഷ്യനും ഇങ്ങനെ ഒന്ന് ചമച്ചുണ്ടാക്കാൻ കഴിവുള്ളവനല്ല. അള്ളാഹു അവൻ്റെ പ്രവാചകന്മാർക്ക് മുമ്പും വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വേദഗ്രന്ഥങ്ങളെ നിഷേധിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നതല്ല ഈ ഖുർആൻ. മറിച്ച് അതിൽ പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങളെയെല്ലാം സത്യപ്പെടുത്തുകയാണ് ഈ ഖുർആൻ. അതുകൊണ്ട് ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവേണ്ടതില്ല എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. വമാ കാന ഹാദൽ ഖുർആനു അൻ യുഫ്തറാ മിൻ ദൂനില്ലാഹി വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി വതഫ്സീലൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ഈ ഖുർആനാകട്ടെ അള്ളാഹുവിൽ നിന്നല്ലാത്ത മറ്റൊരാളിൽ നിന്ന് കെട്ടിച്ചമക്കപ്പെടാവുന്ന ഒന്നല്ല. മറിച്ച് ഇത് നേരത്തെ വന്നിട്ടുള്ളതിനെ സത്യപ്പെടുത്തുന്നതും വേദപ്രമാണങ്ങളുടെ വിശദീകരണവുമാണ്. യാതൊരു സംശയവുമില്ല, സർവലോക രക്ഷിതാവിൽ നിന്നുള്ളതാണ് ഇത്. വമാ കാന ഹാദൽ ഖുർആനു അൻ യുഫ്തറ മിൻ ദൂനില്ലാഹി. ഈ ഖുർആനാകട്ടെ അല്ലാഹു അല്ലാത്ത ആരെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല. വമാ കാന ഹാദൽ ഖുർആനു, ഈ ഖുർആൻ ആയിട്ടില്ല, ഈ ഖുർആൻ ഒരിക്കലും അല്ല. അൻ യുഫ്തറ, കെട്ടിച്ചമക്കപ്പെടുന്നത്, കെട്ടിച്ചമച്ചുണ്ടാക്കാവുന്ന ഒന്ന്. മിൻ ദൂനില്ലാഹി, അള്ളാഹുവിൻ്റേതല്ലാത്ത, അള്ളാഹുവിൽ നിന്നുള്ളതല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല ഈ ഖുർആൻ. ബഹുദൈവാരാധകരും മറ്റു സത്യനിഷേധികളും ആരോപിക്കുന്നത് പോലെ ആരെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല ഈ ഖുർആൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് കെട്ടിച്ചമച്ചുണ്ടാക്കാൻ കഴിയില്ല എന്നതിന് അദ്ദേഹത്തെ നന്നായി അറിയുന്ന മക്കയിലെ ബഹുദൈവാരാധകർക്ക് പ്രത്യേക തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവം, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങി അദ്ദേഹം വളർന്ന സാഹചര്യമൊക്കെ നന്നായി അറിയാവുന്ന മക്കക്കാർ ഈ ഖുർആൻ അദ്ദേഹം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. എന്ന് മാത്രമല്ല, ഒരു മനുഷ്യനും ഇങ്ങനെ ഒന്നുണ്ടാക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഉള്ളടക്കം ദൈവികമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പോന്ന മനസ്സുമായിട്ടാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഏകദൈവബോധമുള്ള മനസ്സുമായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഇതിനു മുമ്പ് നാം പഠിച്ച ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഖുർആൻ ദൈവികമാണ്, അള്ളാഹു അല്ലാത്ത ആരെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല. മറിച്ച് വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി, മറിച്ച് അതിനു മുമ്പ് വന്നവയെ സത്യപ്പെടുത്തുന്നതാണ്. വലാകിൻ, മറിച്ച് തസ്ദീഖ, സത്യപ്പെടുത്തുന്നതാണ്. അല്ലദീ ബൈന യദൈഹി, അതിൻ്റെ മുമ്പിലുള്ളതിനെ, ഖുർആന്റെ മുമ്പ് ഇറക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഖുർആന്റെ മുമ്പത്തെ വേദഗ്രന്ഥങ്ങളായ തൗറാത്തും ഇഞ്ചീലും പറയുന്ന അടിസ്ഥാന കാര്യങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല, അന്തിമ വേദമായി കൊണ്ട് ഖുർആൻ അവതരിക്കുമെന്ന് തൗറാത്തിലും ഇഞ്ചീലിലും പറഞ്ഞത് യാഥാർത്ഥ്യമായി കൊണ്ടാണ് ഖുർആൻ അവതീർണമായിട്ടുള്ളത്. വതഫ്സീലൽ കിതാബി, വേദഗ്രന്ഥത്തിന്റെ വിശദീകരണവുമാണ് ഇത്. ഖുർആനിൽ തന്നെ വന്ന വിശ്വാസ പ്രമാണങ്ങളുടെ വിശദീകരണങ്ങൾ അടങ്ങുന്നതാണ് ഈ ഖുർആൻ എന്നർത്ഥം. മനുഷ്യന് ആവശ്യമായ വിധിവിലക്കുകൾ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അൽ കിതാബ് എന്നതുകൊണ്ട് മുൻകാല വേദഗ്രന്ഥമായ തൗറാത്താണ് ഉദ്ദേശിക്കുന്നത് എന്നും തൗറാത്തിൽ വന്ന പല കാര്യങ്ങളുടെയും വിശദീകരണം ഖുർആനിലുണ്ടെന്നുമുള്ള അർത്ഥത്തിലും ഈ വാചകത്തെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൽ നിന്നുള്ളതാണ് ഇത്, അതിൽ ഒരു സംശയവും വേണ്ട. ലാ റൈബ ഫീഹി, അതിൽ ഒരു സംശയവുമില്ല. മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൽ നിന്നുള്ളതാണ്. ഈ പറഞ്ഞതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഖുർആൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന കാര്യത്തിൽ
ഒരു സംശയത്തിനും വകയില്ല. എന്നിട്ടും ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് തന്നെ ശഠിക്കുന്നവരോട് ഈ ഖുർആൻ പോലെ ഒന്ന് കൊണ്ടുവരാൻ വെല്ലുവിളിക്കുകയാണ് തുടർന്നു വരുന്ന ആയത്തുകളിൽ. അത് നാളെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.